ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറെ നിർണായകമായ ദിനരാത്രങ്ങളാണ് മുന്നിലുള്ളത്. മിക്ക സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ മോദിയും കൂട്ടരും സകല തന്ത്രങ്ങളും പയറ്റിക്കൊണ്ടാണ് ഓരോ തെരഞ്ഞെടുപ്പിനെയും നേരിടുന്നത്. അതാണ് പാർലമെന്റിനകത്തും നമ്മൾ കണ്ടത്. ഒരാവശ്യവുമില്ലാതെയാണ് മോദി വന്ദേ മാതരം സഭയിൽ ചർച്ചയ്ക്ക് വെച്ചത്. പ്രിയങ്ക ഗാന്ധി പറഞ്ഞതുപോലെ അതിന് പിന്നിലുള്ളത് ഒരേ ഒരു കാരണം മാത്രമാണ്. തീർച്ചയായും അത് ബംഗാളിലെ തെരഞ്ഞെടുപ്പാണ്. എന്നാൽ മമതയെ അത്ര പെട്ടെന്ന് ഒതുക്കാൻ മോദിയെ കൊണ്ടാവില്ല എന്ന് പല തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കണ്ടതാണ്. അവിടേക്കാണ് SIR എന്ന തുറുപ്പ് ചീട്ട് മോദി ഇറക്കിയത്. UP-യിൽ SIR കാലാവധി 15 ദിവസത്തേക്ക് നീട്ടിക്കൊടുത്തപ്പോൾ പോലും ബംഗാളിന്റെ കാര്യത്തിൽ വളരെ ധൃതി പിടിക്കുകയാണ്. BJP ഭരിക്കുന്ന ഇരട്ട എഞ്ചിൻ സംസ്ഥാനങ്ങളിൽ എന്തുമാകാം. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല കാര്യങ്ങൾ. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എല്ലാം വളരെ വേഗത്തിൽ. BL ഒമാർ മരണത്തിലേക്ക് സ്വയം നീങ്ങുമ്പോൾ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ അതേസമയം ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് മമതാ ബാനർജി വലിയൊരു നീക്കം നടത്തുകയാണ്. ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നടക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് എതിരെ മുഖ്യമന്ത്രി മമതാ ബാനർജി വോട്ടർ പട്ടികയിൽ നിന്നും പേരുകൾ നീക്കം ചെയ്യാൻ അടുക്കള ഉപകരണങ്ങളുമായി തയ്യാറായിരിക്കണമെന്ന് സംസ്ഥാനത്തെ സ്ത്രീകളോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ബംഗാളിലെ കൃഷ്ണനഗറിൽ നടന്ന പൊതുസമ്മേളനത്തിനിടയിലായിരുന്നു മമതയുടെ പരാമർശം. SIR-ന്റെ പേരിൽ നിങ്ങൾ അമ്മമാരുടെയും സഹോദരിമാരുടെയും അവകാശങ്ങൾ കവർന്നെടുക്കുമോ? തെരഞ്ഞെടുപ്പ് സമയത്ത് അവർ ഡൽഹിയിൽ നിന്നും പോലീസിനെ കൊണ്ടുവന്ന് അമ്മമാരെയും സഹോദരിമാരെയും ഭീഷണിപ്പെടുത്തും. അമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളുടെ പേരുകൾ വെട്ടിക്കളഞ്ഞാൽ നിങ്ങൾ ഉപകരണങ്ങൾ എടുത്ത് തയ്യാറായിരിക്കണം. പാചകം ചെയ്യുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, നിങ്ങൾക്ക് ശക്തിയുണ്ട്, നിങ്ങളുടെ പേരുകൾ വെട്ടിക്കളഞ്ഞാൽ നിങ്ങൾ അത് പാസ്സാക്കാൻ അനുവദിക്കില്ല, അല്ലെ? സ്ത്രീകൾ മുന്നിൽ നിന്ന് പോരാടും, പുരുഷന്മാർ അവരുടെ പിന്നിലായിരിക്കും എന്നുകൂടെ മമത കൂട്ടിച്ചേർത്തു. സ്ത്രീകളോ BJP-യോ ആരാണ് കൂടുതൽ ശക്തരെന്ന് കാണാൻ ആഗ്രഹിക്കുന്നുവെന്നും മമത പറഞ്ഞു. താൻ വർഗീയതയിൽ വിശ്വസിക്കുന്നില്ല, മതേതരത്തിലുമാണ് വിശ്വസിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വരുമ്പോഴെല്ലാം BJP പണം ഉപയോഗിച്ച ആളുകളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമെന്നും മമത പറഞ്ഞു. അതേസമയം മറ്റൊരു കാര്യം കൂടി നടക്കുന്നു. നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു മണിപ്പൂരിൽ എത്തുകയാണ്. കലാപക്കൊടി വീശി ഇരട്ട എഞ്ചിൻ സർക്കാർ ഒരു നാടിനെ മുഴുവൻ ഇല്ലാതാക്കിയപ്പോൾ എല്ലാ പുകിലും കഴിയുമ്പോഴാണ് രാഷ്ട്രപതി മണിപ്പൂരിലേക്ക് എത്തുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ മണിപ്പൂരിലെത്തും. രാഷ്ട്രപതി ആദ്യമായാണ് മണിപ്പൂരിലെത്തുന്നത്. സന്ദർശനത്തോടനുബന്ധിച്ച് സുരക്ഷ ശക്തമാക്കി. ഇംഫാലിൽ എത്തുമ്പോൾ രാഷ്ട്രപതിയെ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിക്കും. തുടർന്ന് പോളോ പ്രദർശന മത്സരം കാണാൻ രാഷ്ട്രപതി ചരിത്ര പ്രസിദ്ധമായ മാപാൽ കാങ്ജിബുങ് സന്ദർശിക്കും. വൈകുന്നേരം ഇംഫാലിലെ സിറ്റി കൺവെൻഷൻ സെന്ററിൽ മണിപ്പൂർ സർക്കാർ സംഘടിപ്പിക്കുന്ന സ്വീകരണ പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും. വിവിധ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടും. ചില പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. ഡിസംബർ 12-ന് രാഷ്ട്രപതി ഇംഫാലിലെ നൂപിലാൽ സ്മാരക സമുച്ചയം സന്ദർശിക്കും. മണിപ്പൂരിലെ ധീര വനിതാ യോദ്ധാക്കൾക്ക് ആദരാഞ്ജലി അർപ്പിക്കും.